Hello everyone, welcome back to another video of Literature Academy. ഇന്നത്തെ വീഡിയോയിൽ സെറ്റ് എക്സാം ഇംഗ്ലീഷ് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത്. ചില പ്രത്യേക പദവിഭാഗങ്ങൾ ഹോമോഫോൺസ്, ഹോമോഗ്രാഫ്സ്, ഹോമോണിംസ് ആൻഡ് ഹെറ്ററോണിംസ്. ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സിന് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാനുണ്ട്. വളരെയേറെ റിപ്പീറ്റ് ചെയ്ത് കാണപ്പെടാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹോമോഫോൺസുമായിട്ടും ഹോമോഗ്രാഫ്സുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സെക്ഷൻ കൂടിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ലിറ്ററേച്ചർ അക്കാദമിയുടെ ഈ വർഷത്തെ സെറ്റ് എക്സാം റെഗുലർ കോഴ്സ്, അടുത്ത ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയുള്ള റെഗുലർ കോഴ്സ് ആരംഭിച്ചിട്ടുള്ള വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. താല്പര്യമുള്ള എല്ലാവരും എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വീഡിയോയിലേക്ക് വരാം. ആദ്യമായിട്ട് ഹോമോഫോൺസ് എന്താണെന്ന് നോക്കാം. വേർഡ്സ് ദാറ്റ് സൗണ്ട് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് ആൻഡ് ഡിഫറെൻറ്റ് സ്പെല്ലിങ്സ്. ഒരേ പ്രൊനൗൺസിയേഷനാണ്, പക്ഷേ മീനിങ്ങും സ്പെല്ലിങ്ങും ഡിഫറെൻ്റ് ആണ്. ദ എക്സാമ്പിൾസ് ആർ ഗിവൺ ദെയർ. ടു ആൻഡ് ടു. നിങ്ങൾക്കറിയാം, ടു എന്ന് വെച്ചാൽ TWO, ഇറ്റ് ഡിനോട്ട്സ് എ നമ്പർ. TO2 ഇറ്റ്സ് എ പ്രപ്പോസിഷൻ. TOO അതിൻ്റെ കൂടെ ഒപ്പം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ടു, മീ ടു, ഞാനും. അപ്പോൾ TOO എന്നുള്ളത് മറ്റൊരു മീനിങ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മൂന്ന് വേർഡും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ ഈസ് സെയിം ബട്ട് സ്പെല്ലിംഗ് ആൻഡ് മീനിങ് ആർ ഡിഫറെൻറ്റ്. ദാറ്റ്സ് ഹോമോഫോൺ. ടു ഹോമോഗ്രാഫ്സ്. ദിസ് ഇസ് അനദർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് which are spelled the same but have different meanings. They may or may not be pronounced the same. അപ്പോൾ ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷേ മീനിങ് വ്യത്യാസമാണ്. അവയുടെ പ്രൊനൗൺസിയേഷൻ രണ്ട് രീതിയിലുമാകാം. അതായത് ഒരേപോലെ പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നതുമുണ്ട്, ചെയ്യപ്പെടാത്തതുമുണ്ട്. ഫോർ എക്സാമ്പിൾ, ലീഡ് ടു ഗൈഡ് എന്നുള്ള അർത്ഥമുള്ള ലീഡ് ഉണ്ട്. അതുപോലെ യു ഹാവ് ലെഡ്, LEAD, വിച്ച് മീൻസ് എ മെറ്റൽ. അപ്പോൾ എന്താണ്, ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ വ്യത്യാസമാണ്. അനദർ എക്സാമ്പിൾ വുഡ് ബി ടിയർ ആൻഡ് ടിയർ. അവിടെ വീണ്ടും ഒരേ സ്പെല്ലിംഗ് ആണ്, മീനിങ് വ്യത്യാസമാണ്, പക്ഷേ പ്രൊനൗൺസിയേഷൻ സിമിലർ ആണ്. അപ്പോൾ രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം, ഒരേ സ്പെല്ലിംഗ് ആണ്, പക്ഷേ മീനിങ് വ്യത്യാസമാണ്. പക്ഷെ ഒന്നാമത്തതിൽ ഒരേ സ്പെല്ലിങ്ങിൻ്റെ കൂടെ പ്രൊനൗൺസിയേഷനും സിമിലർ ആണ്, രണ്ടാമത്തതിൽ പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇവിടെ ഹോമോഗ്രാഫ്സ്, രണ്ട് വേർഡ്സിനെ ഹോമോഗ്രാഫ്സ് ആയിട്ട് പരിഗണിക്കണമെങ്കിൽ അവയുടെ സ്പെല്ലിംഗ് ഈക്വൽ ആവണം, മീനിങ് ഡിഫറെൻ്റ് ആവണം. പ്രൊനൗൺസിയേഷൻ ഇറ്റ് ക്യാൻ മേ ഓർ മേ നോട്ട് ബി പ്രൊനൗൺസ്ഡ് ദ സെയിം. പ്രൊനൗൺസിയേഷൻ ഒരേപോലെ ആവാം, അല്ലാതെയും ഇരിക്കാം. നെക്സ്റ്റ് ടൈപ്പ് is homonyms, a broader term referring to words that are spelled the same or sound the same but have different meanings. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നേരത്തെ പറഞ്ഞ രണ്ട് കാറ്റഗറിയും അതിൽ വന്നു. ഹോമോണിംസ് ക്യാൻ ബി എയ്തർ ഹോമോഫോൺസ് ഓർ ഹോമോഗ്രാഫ്സ്. അപ്പോൾ ഹോമോഫോൺസും ഹോമോഗ്രാഫും ചേർന്നിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഹോമോണിംസ് എന്ന് പറയുക. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹോമോണിംസിൻ്റെ രണ്ട് വിഭാഗമാണ് ഹോമോഫോൺസ് ആൻഡ് ഹോമോഗ്രാഫ്സ്. Homonyms are words that are spelled the same or pronounced the same. ഒന്നുകിൽ ഒരേപോലെ സ്പെല്ല് ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ ഒരേപോലെ പ്രൊനൗൺസ് ചെയ്തിട്ടാവാം, പക്ഷേ മീനിങ് ഡിഫറെൻ്റ് ആയിരിക്കും. ദ എക്സാമ്പിൾ ബാറ്റ് ആൻഡ് ബാറ്റ്. എന്താണ്, ദേ ആർ സ്പെൽഡ് ദ സെയിം, ദേ ആർ ഓൾസോ പ്രൊനൗൺസ്ഡ് ദ സെയിം. പക്ഷേ ഒന്ന് ഫ്ലൈയിങ് മാമലാണ്, മറ്റേത് ക്രിക്കറ്റ് ബാറ്റ് എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ കൂടി, ബാങ്കിൻ്റെ റിവർ ബാങ്ക്, അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബാങ്ക്, രണ്ട് എക്സാമ്പിൾ കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ ഒരേപോലെ സ്പെല്ല് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം, പക്ഷേ മീനിങ് വ്യത്യാസമായിരിക്കും. അത്തരത്തിലുള്ള വേർഡ്സിൻ്റെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെയാണ് ഹോമോണിംസ് എന്ന് പറയുക. ഫോർത്ത് കാറ്റഗറി ഈസ് ഹെറ്ററോണിംസ്. ലുക്ക് അറ്റ് ദ ഡെഫിനിഷൻ ദെയർ. എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഹോമോഗ്രാഫ്, വേർഡ്സ് ദാറ്റ് ആർ സ്പെൽഡ് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് പ്രൊനൗൺസിയേഷൻ ആൻഡ് മീനിങ്സ്. അപ്പോൾ ഇത് ഹോമോഗ്രാഫിൻ്റെ ഒരു സ്പെസിഫിക് കാറ്റഗറിയാണ്. എന്താണ് ഹോമോഗ്രാഫ്? ഹോമോഗ്രാഫ്സ്
വേർഡ്സ് ആർ സ്പെൽഡ് ദ സെയിം ബട്ട് ഹാവ് ഡിഫറെൻറ്റ് മീനിങ്സ് മേ ഓർ മെ നോട്ട് ബി പ്രൊനൗൺസ് ദ സെയിം. അപ്പോൾ ഒരേ സ്പെല്ലിങ്ങും ഡിഫറെൻ്റ് അർത്ഥവും. അത് 2 കാറ്റഗറി ഉണ്ടാവാം. ഒരേ സ്പെല്ലിങ്ങിൻ്റെ കൂടെ ഒരേ പ്രൊണൗൺസിയേഷനും ഉണ്ടാവാം. ചിലപ്പോൾ ഒരേ സ്പെല്ലിങ് മാത്രമാണ്, പ്രൊണൗൺസിയേഷൻ ഡിഫറെൻ്റ് ആയിരിക്കാം. ഈ 2 കാറ്റഗറിയും ഹോമോഗ്രാഫ്സിൽ വരുന്നത് തന്നെയാണ്. ഇതിലെ ഒരു കാറ്റഗറിയാണ് ഹെട്രോണിം എന്ന് പറയുന്നത്. വേർഡ്സ് ദാറ്റ് ആർ സ്പെൽഡ്